ലോകം സ്നേഹിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അല്പസമയം മുൻപാണ്. വത്തിക്കാനിൽ സിസ്റ്റർ റൂബിനി തത്സമയം 24ന്റെ പ്രേക്ഷകരോടൊപ്പം ചേരുകയാണ്. സിസ്റ്റർ, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഇനിയുള്ള ചടങ്ങുകളൊക്കെ എങ്ങനെയാകും? ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാൻ്റെ ഫ്രണ്ടിലാണ്. ഫ്രാൻസിസ് പാപ്പ 88ാമത്തെ വയസ്സിൽ ഇന്ന് രാവിലെ 7:35 സ്വന്തം വസതിയിൽ സാന്താ മാർത്തയിൽ വെച്ച് സ്വർഗപ്രാപ്തി നേടിയത്. ഫ്രാൻസിസ് പാപ്പയുടെ ഇന്നലെ പാപ്പ ഈസ്റ്ററിൻ്റെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. ലോകത്തിനും റോമിനും എന്നർത്ഥം വരുന്ന ഊർബി എത്തോർബി എന്ന ബ്ലെസ്സിങ് ലോകം മുഴുവനുള്ള ജനങ്ങൾക്ക് നൽകി. പാപ്പയിൽ ഒരുപാട് പ്രത്യേകതകൾ കാണാൻ പറ്റും. 8th സെഞ്ച്വറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു നോൺ യൂറോപ്യൻ പാപ്പ അർജൻറ്റീനയിൽ നിന്ന് ആയത്, തിരുസഭയ്ക്ക് ലഭിച്ചത്. പാപ്പ ഏതാണ്ട് 12 വർഷത്തോളം മെത്രാനായും ആർച്ച് ബിഷപ്പായുമൊക്കെ അർജൻറ്റീനയിൽ സേവനമനുഷ്ഠിച്ചു. പാപ്പയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ചേരികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അത് പാവങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു പാപ്പയായിരുന്നു. പാവപ്പെട്ട മനുഷ്യരെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പാപ്പയായിരുന്നു. പാപ്പയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പാണ് പാപ്പയുടെ ബയോഗ്രഫി പുറത്തിറങ്ങിയത്. അതിൻ്റെ പേര് തന്നെ ദ ഹോപ്പ്, പ്രത്യാശ എന്നാണ്. അതിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് പാപ്പ കുടിയേറ്റക്കാർക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുകയും അവരുടെ വേദനകളെ അതേപോലെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ലോകത്തിന് മുൻപിൽ തന്നെ പറയാനും വാദിക്കാനും അതിനുവേണ്ടി അവർക്ക് വേണ്ടി മാത്രം ഒരുപാട് കാര്യങ്ങൾ പാപ്പ ചെയ്യാൻ പ്രേരിപ്പിച്ചതിൻ്റെ കാരണം പാപ്പയുടെ ആ ഒരു ജീവിത ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. കാരണം കുടിയേറ്റത്തിൻ്റെ എല്ലാ നൊമ്പരവും തിരസ്കരണങ്ങളും ദാരിദ്ര്യവും ഒറ്റപ്പെടലും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു വന്ന ഒരു കുടുംബത്തിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് തന്നെ പാപ്പയ്ക്ക് കഷ്ടപ്പെടുന്നവരുടെ ഹൃദയം നുറുങ്ങുന്നവരുടെയൊക്കെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റും. പാപ്പയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പാപ്പ വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട്, റോമിലെ രൂപതകളെ സന്ദർശിച്ചിട്ടുണ്ട്, ഇടവകൾ സന്ദർശിച്ച് ഗ്യാരേജുകളിലിരുന്ന് പാപ്പ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത രീതികളിലൊക്കെ പാപ്പ അപ്രത്യക്ഷമായിട്ടുള്ള പല സന്ദർശനങ്ങളുമാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ തടിച്ചുകൂടിയ ഒരുപാട് ജനങ്ങളുണ്ട്, തീർത്ഥാടകരായിട്ടുണ്ട്, ജൂബിലി ഇയറിന് വേണ്ടി ഇവിടെ വന്നവരുണ്ട്. ഇവരെല്ലാവരും ഇവിടെ ഒത്തിരി ഇവിടെ നിങ്ങൾ കാണുവാണെങ്കിൽ ഒരുപാട് പേര് ഇവിടെ കാണാൻ പറ്റും. നിരവധി ജനങ്ങൾ വന്ന് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചിലവരിപ്പോഴും മുട്ടിൽ നിന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പാപ്പ മരിച്ചു എന്ന് പറയാനായിട്ട് ആർക്കും പറ്റാത്ത ഒരു സാഹചര്യം പോലെ തോന്നുന്നുണ്ട്. 88ാമത്തെ വയസ്സിലാണ് പാപ്പ മരിച്ചത്. പാപ്പയുടെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രത്യേകമായിട്ട് എല്ലാവർക്കും മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പാപ്പയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ പാപ്പയ്ക്ക് ചേരുന്ന ഒരു പദം എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ പാപ്പ എന്നാണ്. പാവങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച പാപ്പ, അവരുടെ ഫീലിങ്സും ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു പാപ്പയാണ്. പിന്നെ പാപ്പയെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക സന്ദർശിച്ചായിരുന്നു. പാപ്പ ഒരു നോർമൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. എല്ലാവരും പറഞ്ഞു, പലരും നല്ലത് പറഞ്ഞു, പലരും അത് ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷെ പാപ്പ വന്നത് പാപ്പയുടെ ശരീരത്തോട് ചേർത്ത് പുതച്ചു വെച്ചിരുന്ന ഒരു പുതപ്പുണ്ടായിരുന്നു. അത് അർജൻറ്റീനയിൽ കർഷകർ ഉപയോഗിക്കുന്ന ഒരു ഷോളായിരുന്നു പാപ്പ പുതച്ചത്. ഇപ്പോൾ എല്ലാത്തിലും, അതായത് ഇവിടെ റെസ്റ്റോറേഷൻ നടക്കുമ്പം അവിടെ പണി ചെയ്യുന്നവരെ സന്ദർശിക്കാനും ആരും തന്നെ തിരിച്ചറിയരുത് എന്ന കാരണം കൊണ്ട് അവരോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴും പക്ഷേ ആൾക്കാർ തിരിച്ചറിഞ്ഞു. പക്ഷേ എല്ലാവർക്കും അവരോട്, അതായത് ജോലി ചെയ്യുന്ന കർഷകരുമായിട്ടും പാവപ്പെട്ടവരുമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന കൂലിക്കാരുമായിട്ടൊക്കെ തൻ്റെ സോളിഡാരിറ്റി വെളിപ്പെടുത്തുവാൻ വേണ്ടി പാപ്പ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈസ്റ്ററിൻ്റെയും അവസാനം വരെയും നല്ലൊരു പാസ്റ്ററായിട്ട് തന്നെ പാപ്പ ജീവിച്ചു. ഇതിൽ പാപ്പയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു ഇടയനാണ്. ആടുകളുടെ മണമുള്ളവരായിരിക്കണം ഇടയന്മാരെന്ന് പാപ്പ പറഞ്ഞിട്ടുണ്ട്. ആ മണം എപ്പോഴും തൻ്റെ ശരീരത്തിലും താൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിലും താൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും പാപ്പ കൊണ്ടു നടന്നു എന്നതാണ്, അത് ജീവിച്ചു എന്നത് 100% നമുക്ക് പറയാൻ പറ്റും. പലരും പാപ്പേനെ കുടിയേറ്റത്തിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു മതവിഭാഗക്കാരെ പാപ്പ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നിലെ പാപ്പയുടെ വ്യക്തമായ കാരണങ്ങളും ധാരണകളും ഉണ്ടായിരുന്നു.
അത് ലോകം ഇനി പാപ്പ മരിച്ചതിന് ശേഷം കേൾക്കുമായിരിക്കും. പാപ്പയുടെ സ്വരം അല്ലെങ്കിൽ പാപ്പ എടുത്തു വെച്ച സഭയ്ക്ക് മുമ്പിൽ തുടങ്ങി വെച്ച എല്ലാ തുടക്കങ്ങളും അത് പാപ്പ മരിച്ചതിന് ശേഷം ഇനി ലോകം വെളിച്ചത്ത് കൊണ്ടുവരും. പാപ്പയുടെ നന്മകളെ, സുഹൃതങ്ങളെക്കുറിച്ച് ഇനിയായിരിക്കും പാപ്പയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോകുന്നത്. പാപ്പ പലരും പറയുന്നത് പാപ്പ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, മനുഷ്യരുടെ ഇടയിൽ ഇപ്പം ക്രിസ്തു സഞ്ചരിച്ചതുപോലെ തന്നെ സഞ്ചരിച്ച ഒരു പാപ്പയായിരുന്നു. പാപ്പയ്ക്ക് അരമനകളിൽ ജീവിക്കുന്നതിനേക്കാളും അഗതികളുടെ കൂടെയും അനാഥരുടെ കൂടെയും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇവിടെ വത്തിക്കാൻ്റെ ഇവിടെ കാണുന്ന പല കെട്ടിടങ്ങളിലും പാപ്പ പാവപ്പെട്ടവരെ പാപ്പ എല്ലാ ആഴ്ചകളിലും ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അവർക്ക് വേണ്ടി മരുന്ന് കൊടുത്തു, അവരെ കുളിപ്പിച്ചു. ഭിക്ഷ എടുക്കുന്നവരെ അവർക്ക് വേണ്ടിയുള്ള മരുന്നിൻ്റെ ചിലവുകൾ എല്ലാം ആഴ്ചയിൽ 2 പ്രാവശ്യം അവരെ വിളിപ്പിച്ച് കുളിച്ച് ഭക്ഷണം കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയും അങ്ങനെ അനേക കാര്യങ്ങൾക്ക് പാപ്പ തുടക്കം കൊടുത്തു. അതുപോലെ തന്നെ പാപ്പയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രാൻഡ് പേരൻസ്, വയസ്സായവർക്ക് വേണ്ടിയുള്ള ഒരു ദിനം തന്നെ സഭയിൽ ആചരിക്കപ്പെട്ടു. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ കൂടെ വേൾഡ് പുവർ ഡേ, ലോക ദാരിദ്ര്യ ദിനത്തിൽ പാപ്പ പാവപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരു 6 വർഷത്തോളം പാപ്പയുടെ സ്ഥാപനം, അതായത് വത്തിക്കാൻ റേഡിയോയിൽ 6 വർഷത്തോളം ജോലി ചെയ്യാൻ സാധിച്ചു എനിക്ക്. അതിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ, പാപ്പ എന്ന് പറയുന്നത് ഒരു സഭയുടെ, കത്തോലിക്ക തിരുസഭയുടെ മാത്രം പാപ്പയായിരുന്നില്ല. പാപ്പ ഒരു യൂണിവേഴ്സാലിറ്റിക്ക്, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇടമാണ് സഭ എന്നാണ് പറഞ്ഞത്. പാപ്പ പറഞ്ഞത് സഭ എന്ന് പറയുന്നത് ഒരു സ്ഥാപനമല്ല, അതൊരു ആശുപത്രിയാണ്, ആതുര ശുശ്രൂഷയിലാണ്. അതായത് ഒരു നല്ല ഫെസിലിറ്റീസോടുകൂടി പണിയപ്പെട്ട ഒരു ആതുരാലയമല്ല, മറിച്ച് നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരാൾ മുറിവേറ്റിരിക്കുവാണെങ്കിൽ അയാളെയും സഭയ്ക്ക് ഉള്ളിൽ കയറ്റി അവിടെ ശുശ്രൂഷ കൊടുക്കുന്ന, അതായത് നേരത്തെ പണിത് വെച്ച ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലല്ല പാപ്പ ജീവിക്കാനായിട്ട് ആൾക്കാരെ ക്ഷണിക്കുന്നത്. എപ്പോൾ ആവശ്യമുണ്ടോ അവർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് പാപ്പ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു പാപ്പയാണ് സഭയിൽ നിന്നും ജീവിച്ച് സഭയ്ക്ക്. വത്തിക്കാനിൽ നിന്ന് സിസ്റ്റർ റൂബിനിയാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.